ശരി. Not bad. Not bad. Not bad. ചൂടോ? വാവ രാവിലെ ഏത്തയ്ക്ക് പിഴിഞ്ഞ് കഴിച്ചോണ്ടിരിക്കാണ് കേട്ടോ. ചൂടാകുമ്പോഴത്തേക്കും ഇങ്ങനെ കഴിക്കും. ഇപ്പൊ വീണ്ടും കാണിക്കും. വാവയുടെ കണ്ണെവിടെ? 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 മൂക്കെവിടെ? മൂക്കവിടെ നോക്കിയപ്പോഴത്തേക്കും മൂക്കവിടെ? നോ. കഴിക്ക്. Eat. ടാറ്റ പോണ്ടേ നമുക്ക്? ടാറ്റ പോണ്ടേ നമുക്ക്? വാവ തറയിൽ വെള്ളം ഇട്ടുകൊണ്ട് മാവനെ കൊണ്ട് വാവ തുടക്കുന്നുണ്ടല്ലേ. നല്ല തുടച്ചേ. തുടക്കി. അവിടെ വെള്ളമുണ്ട്. വീണ്ടും തുടക്കി. അവിടെ അല്ല നോട്ട് ദേർ. ഹിയർ. ഇവിടെയാണ് വെള്ളം. സ്വന്തമായി ഇട്ട വെള്ളം സ്വന്തമായിട്ട് തുടക്കണം. ഇവിടെ ഇതാണ്ട് തുടക്കി. ഗുഡ് മോളാണ് വാവ. ഗുഡ് മോൾ. ഗുഡ്. വെരി ഗുഡ്. മതി. മതിയമ്മ എണീക്ക്. മതി. ഇനഫ് വാവ, ഇനഫ്. ഗുഡ് ഗേൾ. ഇനിയിപ്പം നിർത്തില്ല കേട്ടോ. എങ്കിൽ ആ ഒരു കാര്യം ചെയ്യുവാവേ. ഇവിടെ എല്ലാം അമ്മ വെള്ളം ഒഴിച്ചു കേട്ടാ. നീ എന്തായാലും ചെയ്യുമല്ലേ. അപ്പൊ അത് ഇച്ചിരി ഏരിയയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വാവ എവിടെ പോവാ? എന്താണ് നീ കാണിക്കുന്നത്? ആ ബാഗ് അവക്ക് തന്നെ എടുക്കണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്ന് നമ്മൾ കുറെ നാളായി ലോങ് വീഡിയോ എടുത്തിട്ട്. കുറെ പേര് ചോദിക്കുന്നുണ്ട്, എല്ലാരും ചോദിക്കുന്നുണ്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യോ. എന്റെ നാക്ക് കുഴഞ്ഞു പോയി കഴിച്ചു. രാവിലെ ആയതുകൊണ്ടാണ് ഉറക്കത്തിന്റെ ഇതിലാണ്. അപ്പം ഇന്ന് നമ്മുടെ ലോങ് വീഡിയോ കുറെ നാളായിട്ട് പോണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകും. കുറെ നാളല്ലേ ഗൈസ്, വർഷങ്ങളായിട്ട് ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന. പക്ഷെ സാറ്റർഡേ മാത്രമേ അവിടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതെ, നമ്മൾ ഇന്ന് ബഹ്റൈനിലെ ലൈക് സാറ്റർഡേ മാർക്കറ്റ്, അതായത് ഇവിടുത്തെ ഫാമേഴ്സ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അവിടെ രാവിലെ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു 7 മണി മുതൽ 1 മണി വരെയാണ് അവിടെ ഓപ്പൺ. അപ്പൊ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ പോവാത്തോണ്ട് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ തൽക്കാലം ആശ്വാസത്തിന് ഞാൻ ഒരു സ്മൂത്തിയും 2 മുട്ടയൊക്കെ കഴിച്ചു. കഴിച്ചിട്ടുണ്ടായിരുന്നു. വാവയുടെ ഇപ്പോഴത്തെ ഏറ്റവും ഇതാണ്. അവളെ എടുക്കണമെങ്കിൽ നമ്മള് ഡോറിന്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ. പിന്നെ ഒരു കാര്യം, ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ പുറത്തു പോകണം കേട്ടോ. ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാൽ ഇത്രയും നേരം ഡോറിന്റെ അടുത്തായിരുന്നു അല്ലേ വാവേ? ലെറ്റ്സ് ഗോ ഔട്ട്. അങ്ങോട്ട് കാണിക്കുവാണ്. ലെറ്റ്സ് ഗോ. ഹായ് പറഞ്ഞ എല്ലാവർക്കും ഒരു ഹായ്. സേ ഹായ്. കൊമ്പൊക്കെ നോക്കിയേ. യോ, ഞങ്ങളുടെ യൂണിവേഴ്സൽ ഹെയർ സ്റ്റൈലാണ്. പോവാനൊന്നും ഞങ്ങളപ്പോ ഇറങ്ങുകയാണ്. പോവാം, നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഗൈസ്. അവിടെ ചെന്നിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടെ പോകാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫിക്ചക്കാണോ? ലെറ്റ്സ് ഗോ. ഓക്കേ, കൈ പിടി.
Let's go. നമ്മുടെ ഗ്രൂപ്പ് ഹഗ് ഗ്രൂപ്പ് ഹഗ് കമോ Group hug. ഗ്രൂപ്പ് ഹഗ് ഹഗ് Group hug. Yay! ഇപ്പുറത്തോട്ട് പിടിക്കാം എങ്കിൽ അറിയാൻ പറ്റുള്ളൂ. ഗ്രൂപ്പ് Group ഹഗ് hug. ഗ്രൂപ്പ് Group ഹഗ് hug. Yay! So guys, ഞാനിപ്പോ ഇട്ടിരിക്കുന്നത് എന്റെ ഡ്രസ്. അതെ, ആദ്യമായിട്ട് എനിക്കൊരു സാധനം ഫിറ്റ് ആയപ്പോട്ടെ ഇത് സന്തോഷം. ഡോണ്ട് വറി, ഈ ഒരു സാധനം ഫിറ്റ് ആവുള്ളൂ. എനിക്ക് അവിടെയുള്ള എല്ലാ ടീഷർട്ടും ഫിറ്റ് ആവും. ശരിയാണ്. ഓക്കെ, ബൈ ഗൈസ്. നമ്മൾ എന്താ we are going out അല്ലേ? എന്താ വാവയ്ക്ക് പുറത്ത് പോകുമ്പോഴത്തേക്ക് എന്താ സന്തോഷം നോക്കിയാണ്. ഇന്ന് ജോണി ഇല്ല. ടാറ്റ പറ കണ്ണാടി നോക്കി. ടാറ്റ ബൈ ബൈ. See you. Bye bye. ഉമ്മോട് ഉമ്മ. പാട്ട് ഓഫായി, അതാണ് പാട്ട് ഓഫായി പോയി കൊല്ലു, അതാണ്. ഇവിടെ ഭയങ്കര ട്രാഫിക് ആണല്ലോ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒടുക്കത്തെ ട്രാഫിക്കും പിന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. നമ്മുടെ വണ്ടിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ഇങ്ങനെ കയറ്റിയിടാനും പറ്റൂല. നമ്മുടെ പഴയ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ എവിടെയെങ്കിലും കയറ്റിയിടായിരുന്നു. മനസ്സിലായി എന്റെ പഴയ വണ്ടിയുടെ ഗുണം. യെസ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മൈക്ര മിസ് ചെയ്യുന്നത്. എവിടെയെങ്കിലും കിട്ടും, എവിടെയെങ്കിലും കിട്ടണം. നമ്മൾ ഇവിടെ പാർക്ക് ചെയ്ത് ഇട്ടിട്ട് പോണോ? നടന്നു പോണം. ഗൈസ്, ഫൈനലി ഞങ്ങൾ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തു. പക്ഷെ ഒരു സാധനം മറന്നുപോയി. വാവയുടെ സ്ട്രോളർ എടുക്കാൻ വിട്ടുപോയി. ഇനിയിപ്പോ വാവേനെ ഞങ്ങൾ ചുമന്നുകൊണ്ട് നടക്കണം. വാവേനെ എടുത്താലും കുഴപ്പമില്ല, പക്ഷെ ഈ ബാഗും എടുത്തോണ്ട് നടക്കണം. ബാഗും എടുത്തോണ്ട് നടക്കണം. സത്യം. അവളെ എടുത്ത് നടക്കണ ആവശ്യമില്ല, അവളങ്ങ് ഇറങ്ങി പോവാണ്. വാവ എവിടെ പോവാ? ഇനി ഇവിടെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. ബാ 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 നടക്കാനുണ്ട്. ബാ, നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെയാണ് നിക്കു ചേച്ചി ഉണ്ട്. നിക്കു ചേച്ചി അതൊക്കെ പോയാ മതി. ഇത്രയും തിരക്കാണെന്നൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. രാവിലെ കുറച്ച് നേരത്തെ വന്നെങ്കിൽ ഇതിന്റെ അപ്പുറം തിരക്കായിരിക്കും. ഇപ്പൊ 10 മണിയായി, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തീർന്നുണ്ടോ? അതാണ് ഞാൻ തൽക്കാല ആശ്വാസത്തിന് സ്മൂതി ഉണ്ടാക്കി കഴിച്ചു. മനസ്സിലായോ? എനിക്ക് വല്ല തിന്നാൻ കിട്ടുമുണ്ടോ? തിന്നാനാണ് വരുന്നത്. എന്നാലും വല്ലതൊക്കെ കഴിക്കാൻ ഒന്നുമില്ലെങ്കിലും. ഇവിടെ വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തത്. എന്തെങ്കിലും ഇവിടെ ഫുള്ള് ഫാമൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ബഹ്റിന്റെ അറ്റമാണോ? ബഹ്റിന്റെ ഒരു മൂലയാണ് കഴിച്ചത്, ഏറ്റവും അറ്റം. അതെ. ഇവിടെ ഫാം പശു ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ചാണകത്തിന്റെ നാറ്റം. പിന്നെ പശു ഇവിടെ എവിടെയുണ്ട് ഫാം. വാവന്ന് നടന്നൊരു വഴി അവിടെ. വാവേ എനിക്ക് തോന്നുന്നു നിന്നെ വലിച്ചിട്ട് പോകണം തോന്നണം അവളല്ലേ. ഓ, എന്നെ വലിച്ചുകൊണ്ടങ്ങ് പോവാണ്. വാവയ്ക്ക് എടുക്കണ ഇഷ്ടമല്ല. നമ്മുടെ ഈ കൈ ഇങ്ങനെ കൊടുക്കണം പിടിക്കാൻ വേണ്ടി. എന്നിട്ട് വാവ വലിക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ നടക്കണം. ഒരു 5-6 മിനിറ്റ് നടന്നിട്ട് നമ്മളിതിന്റെ ഒരു എൻട്രൻസ് ഒരറ്റത്ത് നമ്മൾ എത്തിയിട്ടേ ഉള്ളൂ. ഇനിയും നമുക്ക് പോണം. നോക്കി ഇതിനകത്ത് ഫുള്ളാ. സ്ട്രോളർ എടുക്കാതെ വന്നത് വലിയ മണ്ടത്തരമായി പോയി. അതുകൊണ്ട് പൊന്നു തന്നെ വാവേനെ ചുമന്നുകൊണ്ട് നടക്കണം കേട്ടോ. ഗായ്സ്, ഈ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സാധനം തന്നെയാണല്ലേ എല്ലാം. ഇവിടുത്തെ ഫാമേഴ്സ് തന്നെ ചെയ്യുന്ന, ലോക്കൽസ് ചെയ്യുന്ന ഒരു സാധനങ്ങൾ തന്നെയാണ്. എല്ലാം ഫ്രഷ് ആൻഡ് പ്യുവർ ആണ്. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്, നോക്കാൻ എന്താ മതി. ഒരാളിപ്പോഴേ തളർന്നിട്ടുണ്ട് വാവേനെ എടുത്ത്. അവളെ പിടിച്ചോ. അതെ, ഈ ബസ് അങ്ങോട്ട് പോണായിരുന്നു.
കളിക്കാരൊക്കെ ഉണ്ട് അവിടെ നോക്കാം. യെസ്, എല്ലാം ഉണ്ട് ഇവിടെ. You can spend the whole day in here. എവിടെ 1 മണിയാകുമ്പോൾ അടയ്ക്കുമ്പോഴാണ്? അല്ല, മാർക്കറ്റിൽ അടയ്ക്കത്തുള്ളൂ. ഇത് ഫുൾ കോമ്പൗണ്ട് ക്ലോസ് ചെയ്യില്ല. 1 o'clock വരെ ഉള്ളതെന്നാണ് അതിൽ എഴുതിക്കുന്നത്. ഭാവിക്ക് ഇന്ന് പെട്ടെന്ന് വിശക്കുമല്ലോ. ഭാവേ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. എത്തിയിരിക്കുകയാണ്, നമ്മളെത്തിയിരിക്കുകയാണ്. ഇതിന്റെ മെയിൻ എൻട്രൻസിലേക്ക് നമ്മൾ കയറുവാണ്. ഇത് തന്നെയാണല്ലോ അല്ലേ? ഇത് തന്നെയാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ്. നൈസ്. Wow, nice. കൈയും പിടിക്കണ്ട. കൈ പിടിച്ചോ അമ്മ. ഇവിടെ എത്തിയപ്പോഴേ നല്ല മണം കേട്ടോ. കൈ പിടിച്ചോ വാവേ, അമ്മയുടെ കൈ പിടിക്കേ. ഇന്നൊരു വഴിയാവും മിക്കവാറും നടന്നു. ഇത് അപ്പാപ്പൻ ചെയ്യുന്നതാണ്. പല കളറിലൊക്കെ ചെയ്യും. അപ്പാപ്പ ആ സാധനം ചെയ്യണ കൊള്ളാം. ബഹ്റൈനി ബാസ്കറ്റ്സ്. ബാ കഴിക്കാൻ വല്ല കിട്ടുമൊക്കെ എനിക്ക് വിശക്കും. ഓ, ഇവിടെ മറ്റേ പെയിന്റിംഗ് ഉണ്ട്. നമ്മുടെ പച്ചപ്പുളി. ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. എല്ലാം നല്ല ഫ്രഷ് ആണ് കേട്ടോ. നല്ല ഫ്രഷ് ആണ്. ലെറ്റൂസ് ഒക്കെ നല്ല ഗ്രീൻ ആയിട്ടിരിക്കണം അല്ലേ? ഇത് നോക്കൂ, പല കളർ കോളിഫ്ലവേഴ്സ്. നിങ്ങൾ അവിടെ കണ്ടോണ്ട് ഗൈസ് ഇങ്ങനത്തെ സാധനം. ഞാൻ ഈ കളർ കണ്ടിട്ടില്ല. ആ, യെല്ലോ. ഇതെല്ലാം പച്ചക്കറി, ഫുള്ളും പച്ചക്കറി. ഇത് വെജിറ്റബിൾ സെക്ഷൻ ആണ് ഫുള്ള്. പേർപ്പിൾ കളറിലെ സ്വീറ്റ് കോൺ ഉണ്ട്. ചെടിക്കട ഗൈസ്, ചെടിക്കട. ജമന്തിയും മിന്റ് ഉണ്ട്. എല്ലാവരും ഞാൻ മിന്റ് മേടിച്ചോണ്ട് പോകണം. വെള്ളത്തിലിട്ട് കുടിക്കാൻ. പച്ചമുളക്. നമുക്ക് പിന്നെ വീട്ടില് ഒറിജിനൽ ചെടി പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് മേടിച്ച് വെക്കുന്നതാണ് നല്ലത്. വളരണില്ല ഗൈസ്, ഞാൻ വെക്കണം. ഈ ഒരു ഇത് ഫുള്ള് ചെടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ചെടിയും ഇതാണ്. പക്ഷെ ഈ സൈഡ് ഫുള്ളും വെജിറ്റബിൾ. ഫുഡിന്റെ സെക്ഷൻ അപ്പുറത്താണ്. എനിക്ക് ഉള്ളിലാണെന്ന് തോന്നുന്നു. ഫുഡൊക്കെ എടുത്ത് പോകാം. നല്ല പ്ലസന്റ് ഡേ കേട്ടോ. നല്ല വെട്ടവും നല്ല വെയിലും, രക്ഷയില്ല. ഹൗസസ് ഒക്കെ ഉണ്ട് നോക്കി. കുതിരക്ക് പോണോ വാവേ? വാവ്, നമുക്ക് അപ്പുറത്തെ സൈഡ് പോകാൻ. എനിക്ക് വിശക്കണം, സത്യമായിട്ട് വിശക്കണം. ആ സൈഡ് ഇഷ്ടംപോലെ നല്ല മണമൊക്കെ എടുത്തെനിക്ക്. ഇടയ്ക്ക് വെച്ച് എനിക്ക് അവരെ ലോസ്റ്റ് ആയി, അവരെ കാണാനില്ല. ദൈവമേ. ആ ദോ പോവാണ്. അതെനിക്ക് മനസ്സിലായത് നിന്റെ ഈ പോക്ക് കണ്ടപ്പോഴത്തേക്ക്. ഞാൻ വരുന്നോന്ന് പോലും നോക്കാതെ വിട്ടങ്ങ് പോവാണല്ലേ. ഫുഡൊന്നും തീരില്ല, പഠിക്കണ്ട. ഫുഡ് അവിടെ എന്തൊക്കെയാ, വല്ല കോഫിയും വല്ല ക്രോസണൊക്കെ ആയിരിക്കും.
ഇനി ഇവിടെ എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കൊണ്ടുവച്ചിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവരുടെ കൂടെ പോയിരുന്നിട്ട് കഴിച്ചാൽ. ഗൈസ് ക്യാൻ വി ജോയിൻ എന്ന് ചോദിക്കാം. ഗൈസ് അമ്മ ടോയ്ലറ്റിൽ പോയി. അപ്പോൾ ഞാനും വാമക്കൂട്ടനും മാത്രം. അയ്യോ ചേട്ടാ എവിടെ? ചേട്ടാ എവിടെ വാവേ? ചേട്ടാ എവിടെ? ചേട്ടാ എവിടെ? ചേട്ട ചേട്ട വാവ എല്ലാരും വായി നോക്കുകയാണ്. അവർക്ക് വിശക്കുന്നോ? വലിയ ക്യൂ ആണ്. ഫുഡ് മേടിക്കാൻ നല്ല ക്യൂ ഉണ്ട്. ഗൈസ് ഇതെല്ലാം കഴിക്കാനുള്ള ആൾക്കാരാണ് കേട്ടോ. ഇത് തിരക്കം നോക്കിയേ. ഒരാള് തപ്പിട്ട് പോവാണ്. ഇഷ്ടം പോലെ ഉണ്ട്, ഏതെടുക്കണമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എല്ലായിടത്തും നല്ല തിരക്കുണ്ട് കേട്ടോ. എല്ലായിടത്തും തിരക്ക്. നോക്കാം, നമുക്ക് കറങ്ങി കറങ്ങി നോക്കാം. നമ്മളിത് വരുമ്പോഴേ നിങ്ങൾക്ക് ഏതെങ്കിലും വെറുതെ ഇരിക്കുന്ന ഫ്രണ്ട് ഉണ്ടെങ്കിൽ കൂടെ കൊണ്ടുവരണം. എന്നിട്ട് എല്ലായിടത്തും കൊണ്ട് ക്യൂ നിർത്തണം. അല്ലാതെ കിട്ടത്തില്ല, കാരണം എല്ലായിടത്തും നല്ല ക്യൂ. എങ്കിലും ശരിയാവും. ഭയങ്കര തിരക്കാണ് എല്ലായിടത്തും. എനിക്കാണെങ്കിൽ നല്ല വിശക്കുകയും ചെയ്യുന്നുണ്ട്, അടിപൊളി കാറ്റും. പക്ഷേ സൂപ്പർ വെതർ കേട്ടോ. ബെസ്റ്റ് ഡേ ആണ്. തിരക്കും ഇച്ചിരി നല്ല വെയിലും ഉണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റ്, അടിപൊളി. ഭാവി എല്ലാ പിള്ളേരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇട്ട് നോക്കാം. നമ്മൾ ഒരു സിംഗിൾ ചീസ് ബർഗറും ഡബിൾ ചീസ് ബർഗറും ഓർഡർ ചെയ്തിട്ടുണ്ട്. കിട്ടുന്നൊരു ഐഡിയ ഇല്ലല്ലേ? 15 മിനിറ്റ് അറിയത്തില്ല. ഇത് ഏത് വേണം? നമ്മൾ ഓർഡർ ചെയ്ത സാധനം അവരുണ്ടാക്കാൻ പോവാണ് അല്ലേ? നമ്മള് തൽക്കാലത്തേക്ക് ഫില്ല് ചെയ്യാൻ ഒരു പാൻ കേക്ക് പറയാൻ തളർന്നു കേട്ടു. നമ്മളും ടയർഡായി. നമ്മുടെ സാധനമാണോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫുഡ് കിട്ടിയിരിക്കുകയാണ്. അതെപ്പോൾ എത്തും? എപ്പോൾ കിട്ടും? അത് 15 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. തൽക്കാലം നമുക്ക് ഇത് വെച്ചിരിക്കും. അതും കൂടെ മേടിച്ചിട്ട് പോയി കഴിക്കാം. എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാം. ഗൈസ് ഫൈനലി ഞങ്ങളൊരു മാറ്റൊക്കെ എടുത്ത് ഫുഡും എടുത്ത് ഇവിടെ ഇരുന്ന്. ഫ്രീ ആണ്, നമുക്ക് അവിടെ നിന്ന് എടുത്താൽ മതി. തിരിച്ച് അതുപോലെ കൊണ്ട് വെക്കണമെന്നേ ഉള്ളൂ. നോ 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 സിറ്റ് സിറ്റ് സിറ്റ്. അവിടെ ഇരുന്ന് കഴിക്കി. അവിടെ ഇരിക്കി. പോവാൻ സമ്മതിക്കില്ല. ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ്. ആ നീ ഓടിയിട്ടിങ്ങി വാ. ഇരുന്നാണ് തന്നെ. വാ ഇവിടെ നിന്ന് ഓടാൻ പഠിച്ച പണി നോക്കുന്നുണ്ട്. വിടില്ല ഞാൻ, വിടില്ല വിടില്ല ഞാൻ. എങ്ങോട്ട് പോവാ? അത് കഴിക്കി 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 കഴിക്കി. അവിടെ ചേട്ടന്മാർ ഓടിക്കളിക്കുന്ന കണ്ടിട്ട് ഒക്കെ അങ്ങോട്ട് പോകണം. പൊയ്ക്കോളം വയ്യ. ബാബയ്ക്ക് എവിടെ പോകണം? ആ ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. സെറ്റ് സെറ്റ് സെറ്റ്. ചേട്ടാ ഒരു പാക്കറ്റ് തന്നു. ബാബ കറക്റ്റായിട്ട് ഇതാ കറിയിലൊക്കെ മുക്കി കഴിക്കുകയാണ്. ഉടുപ്പിലാക്കരുത് ദയവ് ചെയ്ത് കേട്ടോ. ആ കറി മാത്രം നക്കുവാണ്, ബ്രെഡ് കഴിക്കുന്നില്ല. Thank you. ഏതെങ്കിലും ഒന്ന് കഴിക്കുവാവേ. അച്ഛനോ 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 അച്ഛനെവിടെ? അച്ഛനും കൊടുക്കും. ആ അച്ഛനതാ. ആ അച്ഛനില്ലല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ സാധനം. നല്ല ടേസ്റ്റ്.
ബ്രെഡ് ആദ്യം ഞാൻ ഒരെണ്ണം എടുത്തോളൂ. അപ്പോൾ ഒരു പാക്കറ്റ് എടുത്തിട്ട് വന്നു. ഇതും കൊള്ളാം, ഡബിൾ ചീസ് ബർഗർ. വാവയും പറയാണ് ഫ്രഞ്ച് ഫ്രൈസ് കൊള്ളാം അല്ലേ വാവേ? ബഹ്റിനിലെ ഒരു ഭൂരിഭാഗം ആൾക്കാർ ഇന്ന് ഇവിടെ ഉണ്ട്. ഒടുക്കാൻ തിരക്കും അല്ലേ? എനിക്കൊന്നും എല്ലാ സാറ്റർഡേ ഇങ്ങനെയാണ്. നമ്മൾ ഇതുവരെ വരാത്തോണ്ടാണ് തോന്നുന്നു. ശനിയാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. സാറ്റർഡേ ഒരു സ്പൂണ് കണ്ടോ, പിള്ളേരെയും കൊണ്ട് ടൂറിനൊക്കെ വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. ഓൾറെഡി ഫുൾ ആയെന്ന് പറഞ്ഞിട്ട് ബർഗർ പകുതി കളഞ്ഞു. എന്നിട്ട് ഇപ്പൊ അടുത്ത പാൻ കേക്ക് കഴിക്കാണ്. പാൻ കേക്ക് അത് ഓൾറെഡി ഹാർഡായെന്ന് തോന്നുന്നു അല്ലേ? ചൂട് പോയി കഴിഞ്ഞാൽ അത് കഴിക്കാൻ കൊള്ളത്തില്ല സത്യം പറഞ്ഞാൽ. അത് അപ്പം തന്നെ കഴിക്കേണ്ടായിരുന്നു. വാവ ഇവിടെ ഫോർക്ക് വെച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ ഒന്നും വരുന്നില്ല. വാവായിട്ട് കുത്തിയെടുക്ക് വാവ അങ്ങോട്ട് കുത്തിയെടുക്കാൻ അങ്ങോട്ട് ഇങ്ങോട്ട് അതേപോലെ എന്താ ഹണി ബീ ഇതിനകത്തിരിക്കുന്നില്ലേ? ഹണി ബീ ബീ പറയാമ. ഒറിജിനൽ തേനാണ് കേട്ടോ. സെയിം ആ സാധനത്തോട് ഫുഡ് കഴിച്ച് വയറനക്കാൻ വയ്യ കഴിച്ചു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ നടക്കാൻ നിർത്തി. ഇനിയും ഉണ്ട് ഇവിടെ കുറെ കാണാനുണ്ട്. ഒന്നും കണ്ടിട്ടില്ല. ഈ ഏരിയ ഫുള്ള് ഹണി ബീ ആണെന്ന് തോന്നുന്നു. മറ്റേ ഹണി ബീ അല്ല കേട്ടോ ഗൈസ്, തേൻ. കത്രിക്കയുടെ വലിപ്പം നോക്കിയാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാവയുടെ അത്രയുള്ള കത്രിക്ക എല്ലാ സൈസും ഉണ്ട്. So big, വാവേ. വാവേ നിന്റെ തലയും ഇത് വെച്ച് നോക്കി. നല്ല തണുപ്പ് കേട്ടോ ഇതില്. It's bigger than her. നല്ല ഭംഗിയുണ്ടല്ലേ? നിക്കു ചേച്ചി അവിടെ നിന്ന് എടുത്ത് അവിടെ പോയി കറങ്ങി വരണ ഒരു പീടി. വൺ ബീഡി. പക്ഷേ ടിക്കറ്റ് അങ്ങനെ തന്നെ ഉണ്ട്. Can you give it to her please? Little, okay? Okay. This one.
ബാഗ് താന്ന് മാവി ഇതൊക്കെ ആരാ? ഇതൊക്കെ ആരാ? അവള് പേടിച്ച് ആ പേടിയായി. കഴിഞ്ഞുണ്ടോ? ആൾക്കാരെ പോലെ പോവാണോ? കണ്ണടി ചോദിക്കും. ബൈ ടാറ്റ. ഇങ്ങനെ ഗൈസ് ഞങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചിറങ്ങുന്ന വഴിയിൽ പക്ഷെ വാവക്കൂട്ടൻ വെറും മലമ്പാണ്. നമുക്ക് നടന്ന് തന്നെ പോണം അല്ലേ വാവേ? നടന്നു പോയപ്പോ ഓടണം. ലെഫ്റ്റ് 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 ഇങ്ങോട്ട് പറക്കായോ നോക്കി. അച്ഛനും മോളും കൂടി നടന്നു പോയി. ഞാൻ ഈ സ്കൂളിൽ പോകുന്ന കണക്ക് ബാഗും തൂക്കി നടക്കുന്നുണ്ട് ഇങ്ങനെ. എനിക്ക് വയ്യ, ഞാൻ ക്ഷീണിതയായി. ബാബുക്കുട്ടൻ്റെ പിറകെ ഓടി ഞാൻ ക്ഷീണിതയായി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇച്ചിരി പതുക്കെ പൊക്കൂടെ? അങ്ങ് ഓടുവാണ്. ഉള്ള സീറ്റിൽ പോയി. അതെ, ബാവനെ ഒരുവിധം സീറ്റിലിരുത്തിയിട്ടുണ്ട്. ഇരിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാനുണ്ടെങ്കിൽ ഇച്ചിരി കരച്ചിലാണ്. ടയേർഡായി, വാവ ടയേർഡായി. ഇനിയിപ്പോൾ ഉറങ്ങും പെട്ടെന്ന് അതിൽ കയറിയിരുന്നു. അതാണ് അനങ്ങാതെ ഇരിക്കുന്നത്. ഉറക്കം വരുന്നുണ്ട്. ബായ്. അനങ്ങാതെ ഇരിക്കുന്നു, ഉറക്കമാതെ ഇരിക്കുകയാണ്. വാവ കേറാത്ത താമസം നല്ല ഉറക്കമായി. പക്ഷെ വെയിലടിക്കുന്നുണ്ട് കേട്ടോ പാവത്തിന്. അതാണ് അനങ്ങാതെ ഇരുന്നത് സീറ്റിൽ കയറിയപ്പോ. ബഹറിനുള്ള ആൾക്കാർ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. പക്ഷെ നമ്മളിത് ആദ്യമായിട്ട് ഇപ്പോഴാണ് പോകുന്നത് അല്ലേ? ഇത്രയും വർഷത്തിനിടയ്ക്ക് 4 വർഷമായെങ്കിലും ഞാനിത് എപ്പോഴും പറയുമായിരുന്നു. ഈ വെതറിന് പോവേണ്ട ഇത് തന്നെയാണ് സത്യം പറഞ്ഞത്. ഞാനിത് പണ്ടേ പോവാൻ പക്ഷെ എല്ലാ സാറ്റർഡേ ആകുമ്പോ എന്തെങ്കിലും ഒരു ഇത് വരും. മിക്കപ്പോഴും എനിക്ക് ഡ്യൂട്ടി ആയിരിക്കും. പിന്നെയുള്ളത് ചിലപ്പോൾ എണീക്കാൻ ലേറ്റ് ആവും, ഭയങ്കര ടയർഡായിട്ടിരിക്കണായിരിക്കും. അങ്ങനെയൊക്കെയാണ് മിക്കപ്പോഴും വരാൻ പറ്റാതെ പോകുന്നത്. നമ്മള് താമസിക്കുന്ന അവിടെ നിന്ന് ഒരു 15-20 മിനിറ്റ് ഉള്ളൂ ഡ്രൈവ്. ബഹ്റിൻ ചെറിയ സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് എല്ലായിടത്തും എത്താം. കൂടുതലും ബഹ്റിനീസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, മൊത്തം ലോക്കൽസ് ആയിരുന്നു. പക്ഷെ എന്നാലും മലയാളികളും ഉണ്ടായിരുന്നു അല്ലേ? പണ്ട് എങ്ങനെ തന്നെയാണ് ബൈക്കും കൊണ്ട് പമ്പിൽ കയറിയാലോ ഫുൾ ടാങ്ക് അടിക്കാൻ. എന്റെ ഈ കറുത്ത പാന്റ് എവിടെ? നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു ആ കറുത്ത പാന്റ്. ഞാൻ അന്ന് ഇട്ട് നോക്കിട്ട് എനിക്ക് ഇറക്കല്ലാത്ത തിരിച്ചു വെച്ചല്ലോ. എന്നാലും ഇട്ട് നോക്കിയില്ല, അതിലൊരു നോട്ടം ഉണ്ടായിരുന്നു അതില്. എനിക്ക് എന്റെ പാന്റ് വേണം. നോക്കിക്കോ, എന്റെ ജാക്കറ്റ് ആയി, എന്റെ പാന്റ് ആയി, ഇനി എന്ത് വേണം? എന്റെ ഷഡിയും കൂടെ വേണോ പന്നൂന്? വേണം. ടയേർഡായി കേട്ടോ.
ഭയങ്കര ടയേർഡായി. ട്രെയിൻ 64 ലിറ്റർ 65 കയറും 64. ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി. പക്ഷെ എനിക്ക് ഈ റോഡ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഭംഗിയാണ്. അയ്യേ, ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ് ഇങ്ങനെ കാണാൻ. It was a nice day, അല്ലേ? യെസ്, വെരി ഫ്രഷ്. രാവിലത്തെ എന്തായാലും നിന്റെ ഐഡിയ കൊള്ളാം. രാവിലത്തെ നിന്റെ ഐഡിയകളൊക്കെ ചീറ്റി പോകാറാണ് പതിവ്. നല്ല ഐഡിയകളൊക്കെ ആയിരിക്കും, പക്ഷെ ഇത് കൊള്ളാം. നമ്മൾ അപ്പൊ തന്നെ ഇറങ്ങി ചെയ്തില്ലേ? 1 hour തന്നെ ഇറങ്ങി. നമ്മള് ഓഫ് ഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ രാവിലെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ എണീക്കണം പൊന്നു. അതെവിടെ എണീക്കോ? അതില്ല, എണീക്കത്തൂല്ല, അവിടെ തന്നെ അങ്ങനെ കിടക്കും. ജിമ്മിൽ പോകാൻ എണീച്ചപ്പോഴാണ് ഈ ഐഡിയ പറഞ്ഞത്. ഓ പിന്നെ വൈകിട്ടാണെങ്കിൽ ജിമ്മിൽ പോകാൻ. മാവേ വീടെത്തി, പോവാ. Finally we are reaching home, guys. അപ്പൊ എല്ലാ കറക്കങ്ങളും കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വന്ന പാടെ ഷൂ ഒക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് വെക്കുവാണ്. പിന്നല്ല അതിനെ പോലെയാ, അതിനൊക്കെ എന്റെ ഭാര്യ ഇട്ടന്റെ വന്ന ഷൂസ് ഇനി അടുത്ത പ്രാവശ്യം എപ്പ ഇടുന്നോ അപ്പ ഇടുന്ന തുടയ്ക്കും. അതിനല്ലേ ഞാൻ തുടയ്ക്കണം. യെസ്, അതിനല്ലേ പൊന്നു ഞാൻ ഇവിടെ നല്ല 3 നേരം ആഹാരമൊക്കെ ഉണ്ടാക്കി തന്ന് ഈ മസിലൊക്കെ ഇങ്ങനെ പെരിപ്പിച്ച് നിർത്താൻ സഹായിക്കുന്നത് അല്ലേ. അപ്പൊ ഷൂ ഒക്കെ എനിക്ക് തുടച്ച് തരാം. എന്റെ ഷൂ കൂടെ കൊണ്ടുവരട്ടോ അവനു. പറ പറയ്, ഒരു പാട്ട് പാടുവോ വാമേ? ഒരു പാട്ട് പാടാവോ? ഓ എന്റെ അമ്മേ, ഇവിടെ നിന്ന് കൈ എടുക്കണം കണ്ണാ. പാട്ട് പാടുമ്പോ വേണ്ട,